ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഈസി വിന്നിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിന്റെ ബാലൻസ് പോർഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എന്താണ് സെറ്റ് സ്കോർ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഒരു ഫോർമുല വെച്ചുകൊണ്ടാണ് നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഈ ഫോർമുല സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ് കാണാൻ പറ്റുക. ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ, ഈ സിമ്പിളിനെ നമ്മൾ മ്യൂ എന്നാണ് പറയുക, ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ആക്ച്വലി എക്സ് ബാറും അതുപോലെ മ്യൂ എന്ന് പറയുന്ന ഈ ഒരു സിമ്പിളും സെയിം ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമുല നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ വരുന്നത്? ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ എങ്ങനെ സെറ്റ് സ്കോർ കണ്ടുപിടിക്കുന്നു, എങ്ങനെ സൊല്യൂഷനിലോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഇതാണ് നമ്മുടെ നോർമൽ കർവ് എന്ന് പറയുന്നത്. നോർമൽ കർവ് നമുക്കറിയാം, നോർമൽ കർവിന്റെ അണ്ടറിലെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 100% ആണ്. ഈ 100%നെ റൈറ്റ് സൈഡിൽ 50%, ലെഫ്റ്റ് സൈഡിൽ 50% എന്നിങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡ് പോസിറ്റീവ് ആണ്, ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് ആണ്. ഈ 50%നെ നമുക്ക് 0.5 എന്നും ഈ 50%നെ 0.5 എന്നും ഡിനോട്ട് ചെയ്യാം. രണ്ട് 0.5 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. സോ ടോട്ടൽ ഏരിയ അണ്ടർ നോർമൽ കർവ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഇനി നമ്മുടെ സെറ്റ് സ്കോറിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെറ്റ് സ്കോറുകൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഏരിയ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ സെറ്റ് സ്കോർ കണ്ടുപിടിക്കണം. സെറ്റ് സ്കോറിൽ നിന്ന് നമ്മൾ ഏരിയ വാല്യൂയിലോട്ട് പോകും. ഈ ഏരിയ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ലോഗരിതം ടേബിളിലെ നോർമൽ കർവിന്റെ അണ്ടറിൽ വരുന്ന വാല്യൂസിനെ യൂസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സെറ്റ് ഡിസ്ട്രിബ്യൂഷൻ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഏരിയ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ദാറ്റ് ഈസ് എ ഫോർമുല സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സെറ്റ് കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏരിയ വാല്യൂ ആണ്. ഏരിയ വാല്യൂ നമ്മൾ ഈ സെറ്റ് സ്കോർ നമുക്ക് ഒന്നുകിൽ പോസിറ്റീവ് സെറ്റ് സ്കോർ കിട്ടും ഓർ നെഗറ്റീവ് സെറ്റ് സ്കോർ കിട്ടും. പോസിറ്റീവ് സെറ്റ് സ്കോർ ആണോ നെഗറ്റീവ് സെറ്റ് സ്കോർ ആണോ എന്നതിന്റെ ബേസിസിലാണ് നമ്മൾ ആ ഏരിയ വാല്യൂ ഏത് ഭാഗത്താണ് അതിന്റെ ഏരിയ വരുന്നത് എന്ന് കണ്ടുപിടിക്കുന്നത്. പോസിറ്റീവ് സെറ്റ് സ്കോർ ആണ് എങ്കിൽ ആ ഒരു ഏരിയ വാല്യൂ വരുന്നത് ഈ ഒരു പോസിറ്റീവ് സൈഡിലായിരിക്കും. നെഗറ്റീവ് സെറ്റ് സ്കോർ ആണെങ്കിൽ ആ ഏരിയ വരുന്നത് ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ the average mark of 600 students who appeared a written test is 155 with a standard deviation of 3 marks. അപ്പോ ആവറേജ് മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാ? 155. ആവറേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആവറേജ് എക്സ് ബാർ ആണ് നമ്മുടെ ആവറേജ്, അല്ലെ? എക്സ് ബാർ ഓർ മ്യൂ ആണ് നമ്മുടെ ആവറേജ്. അത് 155 ആണ്. വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 3 മാർക്ക്. 3 മാർക്കാണ് നമ്മുടെ എന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് എലമെന്റ് നമുക്ക് കിട്ടി. അസ്യൂമിംഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ ഏരിയ ആൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഗോട്ട് മാർക്സ് ബിലോ 148. 148ന് താഴെ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണവും ഏരിയ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏരിയ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സെറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. സെറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുല ഉണ്ട്. അതിന് മുന്നേ നമുക്ക് അറിയാം, ഇതാണ് നമ്മുടെ നോർമൽ കർവ്. ഇതാണ് നമ്മുടെ നോർമൽ കർവ്. ഈ നോർമൽ കർവിന്റെ സെൻട്രൽ പോയിന്റ് ആണ് എപ്പോഴും മീൻ വരിക. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? ആവറേജ് 155. ഈ ആവറേജ് 155ന്റെ താഴെയുള്ള ഒരു വാല്യൂ ആണ് 148. അതുകൊണ്ട് തന്നെ ഇവിടെ 154 വരും, 152 വരും, 150 വരും, 149 വരും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ 148 വരിക. അപ്പോൾ 148നും താഴെ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം അല്ലെങ്കിൽ ഏരിയ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ 148ന്റെ താഴെയുള്ള ഏരിയയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഫോർമുല എഴുതി വെക്കാം. സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് നമ്മൾ എങ്ങനെ എഴുതും? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത് പോയിന്റ് ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ എക്സ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. 148 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു 148 ആണ്. 148 മൈനസ് 155. X denote a particular point in the normal distribution curve. ഈ ഒരു particular point എന്ന് പറയുമ്പോൾ ഏതാണ്? 148. ഓക്കെ, അപ്പോ 148 മൈനസ് 155 ഡിവൈഡഡ് ബൈ 3 നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ -7 ഡിവൈഡഡ് ബൈ 3 കിട്ടും. ദെൻ അത് സോൾവ് ചെയ്യുമ്പോൾ -2.33 എന്ന് കിട്ടും. അപ്പോൾ സെറ്റിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്, അത് ലെഫ്റ്റ് സൈഡിൽ വരും. അപ്പോൾ ഈ ഒരു പോയിന്റിലെ സെറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? -2.33. ഈ ഒരു വാല്യൂ വെച്ചുകൊണ്ട് നമുക്ക് ഏരിയ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏതിന്റെ ഇടയിലുള്ള ഏരിയ വാല്യൂ? 155ന്റെ 148ന്റെ ഇടയിലുള്ള ഏരിയ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഏരിയ വാല്യൂ ആണ്. അത് എങ്ങനെ എത്താം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിപ്പോ സെറ്റ് വാല്യൂ കിട്ടിയത് ഈ ഒരു ഏരിയയുടെ സെറ്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടിയില്ല. അപ്പൊ ഇതിന്റെ ഏരിയ വാല്യൂ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇതാണ് ഏരിയ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടേബിൾ. നമ്മുടെ സെറ്റ് വാല്യൂ ഇവിടെ എഴുതിയിരിക്കുകയാണ് -2.33. ഇതിനകത്ത് കിടക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഏരിയ വാല്യൂസ് എന്ന് പറയുന്നത്. ഈ ഒരു വൈറ്റ് റീജിയനിലുള്ള വാല്യൂസ് ആണ് നമ്മുടെ ഏരിയ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പുറത്ത് യെല്ലോ ഭാഗത്ത് കിടക്കുന്ന ഈ ഒരു യെല്ലോ ഭാഗത്ത് കിടക്കുന്ന ഈ വാല്യൂസ്, ഇതാണ് നമ്മുടെ സെറ്റ് വാല്യൂസ്.
അപ്പോൾ -2.33 എന്ന് പറയുമ്പോൾ ഈ മൈനസ് സിമ്പിളിനെ നമുക്ക് മാറ്റി നിർത്തപ്പോൾ തൽക്കാലം 2.3 കിട്ടി. ഇനി ഒരു 3 കൂടി വരുന്നില്ലേ, 2.33 വരുന്നില്ലേ, അത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. 2.03 കണ്ടോ, ഇവിടെ 03 ആണ്, 0.03. അത് ഇതിന്റെ കൂടെ കൂട്ടുമ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2.33 എന്ന് കിട്ടി. അപ്പൊ ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗത്ത് വരുന്ന വാല്യൂ ആണ് 2.33ന്റെ ഏരിയ വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 0.4901. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു ഏരിയയുടെ വാല്യൂ കിട്ടി. എത്ര ഏരിയയുടെ വാല്യൂ എന്ന്, 0.4901. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഏരിയയുടെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇത് 0.4901 ആണ്. ഇത് നമുക്ക് അറിയില്ല. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0.5, റൈറ്റ് ഹാൻഡ് സൈഡ് 0.5. അപ്പൊ ഈ ടോട്ടൽ വാല്യൂ 0.5 ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഇത് കുറച്ചാൽ നമുക്ക് ഈ ഒരു ഭാഗത്തെ ഏരിയ വാല്യൂ കിട്ടും. ഈ ലെഫ്റ്റ് സൈഡിലെ ടോട്ടൽ ഏരിയ വാല്യൂ എത്രയാണ്, 0.5 ആണ്. നമുക്ക് ഈ ഒരു ഏരിയത്തെ വാല്യൂ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട ഇതാണെന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ 0.5ൽ നിന്നും ഇത് കുറച്ചാൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ ഏരിയ വാല്യൂ കിട്ടാനായിട്ട് 0.5 മൈനസ് 0.4901 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും, 0.0098. അപ്പൊ ഈ 0.0098 എന്ന് പറയുന്നതാണ് 148 മാർക്സിന് താഴെ സ്കോർ ചെയ്യുന്ന കുട്ടികളുടെ ഏരിയ വാല്യൂ. ഇനി നമുക്ക് എത്ര കുട്ടികളുണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഈ 148ന്റെ താഴെ മാർക്ക് സ്കോർ ചെയ്യുന്ന എത്ര കുട്ടികളുണ്ട്? ടോട്ടൽ കുട്ടികൾ അവിടെ എത്രയാണ്, 600 ആണ്. ഈ 600നെ നമ്മൾ ഈ ഒരു പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു വാല്യൂ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബിലോ 48, 148 മാർക്കിന്റെ താഴെ സ്കോർ ചെയ്യുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 എന്നാണ്. അപ്പൊ നമുക്ക് ഏരിയ വാല്യൂ കിട്ടി, നമ്പർ ഓഫ് സ്റ്റുഡൻസ് 6 ആണെന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി ഒരു സെക്കൻഡ് സിറ്റുവേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സെക്കൻഡ് സിറ്റുവേഷൻ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 148ന്റെയും 152ന്റെയും ഇടയിൽ വരുന്ന ഏരിയയും നമ്പർ ഓഫ് സ്റ്റുഡൻസും എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 148ന്റെയും 152ന്റെയും ഇടയിലുള്ള സ്റ്റുഡൻസിന്റെ എണ്ണവും ഏരിയയും നമുക്ക് കണ്ടുപിടിക്കാം. ഈ മിഡിൽ പോയിന്റ് ഓൾവേസ് 155 ആണ്. എക്സ് ബാർ എത്രയാണ്, 155 ആണ്. ഇതിന് നമുക്ക് 148 ആയിട്ട് തന്നെ എടുക്കാം. അതിന്റെ ഇടയിൽ ഒരു പോയിന്റ് വരും, 152 വരും. അപ്പോ ഈ ഒരു ഏരിയയുടെ വാല്യൂ, അതുപോലെ ഈ ഒരു ഏരിയയിൽ എത്ര സ്റ്റുഡൻസ് വരും എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന് നമ്മൾ ആദ്യം ഈ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കണം, ഈ ഒരു ഏരിയ കണ്ടുപിടിക്കണം. അതിനുശേഷം ഈ ഒരു ഏരിയ കണ്ടുപിടിക്കണം. ഈ ഒരു ഏരിയയിൽ നിന്നും ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഏരിയ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 148ന്റെയും 152ന്റെയും ഇടയിലുള്ള ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ 148ന്റെയും 155ന്റെയും ഇടയിലുള്ള ഏരിയ ആദ്യം കണ്ടുപിടിക്കണം. അതിപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. 148ന്റെയും 155ന്റെയും ഇടയിലുള്ള ഏരിയ 0.4901 ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു, അല്ലെ? നമ്മൾ ഓൾറെഡി ഇത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 152ന്റെ 155ന്റെ ഇടയിലുള്ള ഏരിയ വാല്യൂ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതില് 152നെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 152 എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി എക്സ് ബാർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എക്സ് ബാർ എത്രയാണ്, 155 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കോൺസ്റ്റന്റ് ആണ്, 3 ആണ്. അപ്പോൾ z is equal to x minus x bar divided by standard deviation. Z is equal to 152 minus 155 divided by standard deviation. Z is equal to minus 3 divided by 3. Z is equal to minus 1. ഓക്കെ, അപ്പൊ z വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റി. അപ്പോൾ ഈ ഒരു ഏരിയ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ്? അത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്താണ്, 0.4901. ഇനി ഈ ഒരു ഏരിയ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഇന്നത്തെ സെറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച എത്രയാ, -1. ഇനി അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഏരിയ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ -1ന്റെ ഏരിയ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? -1ന്റെ ഏരിയ വാല്യൂ കിട്ടാനായിട്ട് 1 എടുക്കുക. 1.0 ദാറ്റ് ഈസ് 1.0 -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.0 ആണ്. ഓക്കെ, അപ്പൊ 0.3413 ഇതാണ് -1ന്റെ ഏരിയ വാല്യൂ. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടുത്തെ ഏരിയ വാല്യൂ കിട്ടുന്നു 0.3413. സോ നമുക്ക് ഈ രണ്ട് ഏരിയയും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് 148ന്റെയും 152ന്റെയും ഇടയിൽ എത്ര ഏരിയ വരും, എത്ര സ്റ്റുഡൻസ് വരും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, ഈ രണ്ട് ഏരിയയും തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ കണ്ടുപിടിച്ച ഈ ഒരു ഏരിയ 0.4901 ഈ ടോട്ടൽ ഏരിയ മൈനസ് 0.3413
0.1413 അത് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും 0.1489. അപ്പൊ ഇവിടുത്തെ ഏരിയ വാല്യൂ വന്നിട്ട് 0.1489 ആണ് വരിക. ഓക്കെ, അപ്പൊ അവിടുത്തെ ഏരിയ വാല്യൂ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഏരിയ വാല്യൂ ഓക്കെ. ഇനി നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് അത് സിമ്പിൾ ആണ്. ഏരിയ വാല്യൂനെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.1489 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് കിട്ടും. അത് വന്നിട്ട് 89 സ്റ്റുഡൻസ് എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു പോസിറ്റീവ് റീജിയനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. പോസിറ്റീവ് റീജിയനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ബിറ്റ്വീൻ 152 ആൻഡ് 156 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് എക്സ് ബാർ ഈസ് ഈക്വൽ ടു 155 മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, 152 എന്ന് പറയുമ്പോൾ അതിന് താഴെയുള്ള ഒരു പോയിന്റും 156 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ഒരു പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. 152 ദെൻ ഈ 152ന്റെയും 156ന്റെയും ഇടയിൽ മാർക്ക് വരുന്ന കുട്ടികളുടെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 152ന്റെ 156ന്റെ ഇടയിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഏരിയ, ആ ഒരു ഏരിയയിൽ എത്ര ഏരിയ വാല്യൂ വരും, എത്ര സ്റ്റുഡൻസ് വരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 155 നിന്ന് 150 സെറ്റ് സ്കോർ കണ്ടുപിടിക്കുക, ഏരിയ വാല്യൂ കണ്ടുപിടിക്കുക. അതുപോലെ 156ൽ നിന്ന് 155ൽ നിന്ന് 156 സെറ്റ് വാല്യൂ കണ്ടുപിടിക്കുക, ഏരിയ വാല്യൂ കണ്ടുപിടിക്കുക. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇതിൽ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നോർമൽ കർവ് വരയ്ക്കുക, അതിന്റെ മീൻ അടയാളപ്പെടുത്തി വെക്കുക, എന്നിട്ട് ആ മീൻ അവിടെ എഴുതുക. ഇതിലിപ്പോൾ 155 ആണ്, അത് നമ്മൾ എഴുതി വെക്കുന്നു. പിന്നെ അതിന്റെ താഴെയുള്ള വാല്യൂ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എഴുതുക, അതിന് ശേഷമുള്ള വാല്യൂ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ എഴുതുക. ആ വാല്യൂ നമ്മൾ എത്രയാണ് എഴുതി അതിന്റെ സെറ്റ് വാല്യൂ കണ്ടുപിടിക്കുക, ഏരിയ വാല്യൂ കണ്ടുപിടിക്കുക, ആൻസറിലോട്ട് പോവുക. വളരെ ഈസി ആയിട്ടുള്ള, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫോർമുല എഴുതി വെക്കുക. ആദ്യം സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ആദ്യം നമുക്ക് 152ന്റെ കേസ് എടുക്കാം. സെറ്റ് ഈസ് ഈക്വൽ ടു 152 മൈനസ് എക്സ് ബാർ കോൺസ്റ്റന്റ് ആണ് ഇതിൽ 155 ഡിവൈഡഡ് ബൈ 3. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് സെറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് സെറ്റ് വാല്യൂ ഈ ഒരു കേസിൽ നമ്മൾ കണ്ടുപിടിച്ചാണ്. ഓൾറെഡി നമ്മൾ 152ന്റെ സെറ്റ് വാല്യൂ കണ്ടുപിടിച്ചാണ്. എത്രയാണ് വരുന്നത്? -1 ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. -1 ആണ് വരുന്നത്. ഇതിന്റെ ഏരിയ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാണ്. എത്രയാണ് ഏരിയ വാല്യൂ വരുന്നത്? ഏരിയ വാല്യൂ 0.3413 ആണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഏരിയ വാല്യൂ കിട്ടി 0.3413. ഓക്കെ, ഇനി 156ന്റെ കേസ് എടുക്കാം. 156ന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഫോർമുല ഒക്കെ സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെ. അപ്പൊ സെറ്റ് ഈസ് ഈക്വൽ ടു 156 മൈനസ് 155 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സെറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 3 ആണ്, നമുക്ക് അറിയുന്ന വാല്യൂ ആണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 0.33 അങ്ങനെ വരും. 0.33 അങ്ങനെ വരും. 0.33 എന്ന് പറയുമ്പോൾ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഏരിയ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വരുമ്പോൾ 0.33 ഓക്കെ 1293 എന്ന് വരിക. 0.33ക്ക് ഈക്വലന്റ് ആയിട്ടുള്ള സെറ്റ് വാല്യൂ 0.33ക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഏരിയ വാല്യൂ വന്നിട്ട് 0.1293 ആണ് വരിക. ഓക്കെ, അപ്പൊ അവിടുത്തെ ഏരിയ വാല്യൂ നമുക്ക് കിട്ടി 0.1293. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഏരിയ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. രണ്ടും കൂടെ ആഡ് ചെയ്യാം. 0.3413 പ്ലസ് 0.1293 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര? 0.4706 എന്ന് വരും. ഓക്കെ, അപ്പൊ അവിടുത്തെ ഏരിയ വാല്യൂ നമുക്ക് കിട്ടി. എത്രയാ? 0.4706. ഇനി എത്ര കുട്ടികളുടെ മാർക്ക് 152ന്റെയും 156ന്റെയും ഇടയിൽ വരും എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ബാലൻസ് എടുക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെയാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ഇതിനെ 600 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ കിട്ടും. 600 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 282.36 എന്ന് വരും. 282.36. ഈ 36 എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, അതായത് എണ്ണമാണല്ലോ, കുട്ടികളുടെ എണ്ണമാണല്ലോ, അപ്പോൾ അവിടെ ഡെസിമൽ പോയിന്റിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ 0.36 ആയതുകൊണ്ടായിരുന്നു നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 282 സ്റ്റുഡൻസ് എന്ന് വരും. 282 സ്റ്റുഡൻസ് എന്ന് വരും ബിറ്റ്വീൻ 156 ആൻഡ് 160. അപ്പോൾ നമുക്കറിയാം എക്സ് ബാർ എന്ന് പറയുന്നത് 155 ആണ്, സെൻട്രൽ പോയിന്റ് ആണ്. 156 ഏതാണ്ട് ഇവിടെ വരും, 160 ഏതാണ്ട് ഇവിടെ വരും. ഇതൊക്കെ നമ്മൾ രൂപത്തിൽ വരച്ചാൽ മതി. ഇത് കറക്റ്റ് നമ്മൾ മെഷർ എടുത്ത് വരയ്ക്കാനൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ ആ ഒരു ലോജിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വരയ്ക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബിറ്റ്വീൻ 156 ആൻഡ് 160. അപ്പൊ അതിന് ആദ്യം എന്ത് ചെയ്യണം? 155 തൊട്ട് 156 വരെയുള്ള ഏരിയ വാല്യൂ കണ്ടുപിടിക്കാം. പിന്നെ അതുപോലെ 155 തൊട്ട് 160 വരെയുള്ള ഏരിയ വാല്യൂ കണ്ടുപിടിക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് എ എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് ബി എന്ന് വിളിക്കാം. എയിൽ നിന്നും ബി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സി കിട്ടും.
ഓക്കെ 156ന്റെയും 160യുടെയും ഇടയിലുള്ള ഏരിയ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ z is equal to x minus x bar divided by standard deviation. Z is equal to 156 minus 155 divided by standard deviation, that is 3. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 3 ആണ്. അപ്പോൾ അതിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അതിന്റെ സെറ്റ് വാല്യൂ വന്നിട്ട് 0.33 എന്നാണ് വരുന്നത്. 0.33ന്റെ വാല്യൂ ഏരിയ വാല്യൂ വന്നിട്ട് 1293. ഏരിയ വാല്യൂ 0.1293. അപ്പോൾ ഇവിടുത്തെ ഏരിയ വാല്യൂ നമുക്ക് അറിയാം 0.1293. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 160യുടെ ആണ്. ഈ ഒരു ഏരിയ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു ഏരിയ വാല്യൂ കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു ഫോർമുലയിലോട്ട് തന്നെ അത് അപ്ലൈ ചെയ്യാം. ഈ ഒരു z is equal to 160 minus 155 divided by 3, that is 5/3. എത്ര വരും? 1.66 കിട്ടും. അപ്പൊ അതിന്റെ ഏരിയ വാല്യൂ കണ്ടുപിടിക്കണം. ഏരിയ വാല്യൂ നമുക്ക് ടേബിളിലോട്ട് നോക്കാം. 1.66 അല്ലേ നമ്മുടെ 1.66 സെറ്റ്. അതിന്റെ ഏരിയ വാല്യൂ വന്നിട്ട് 1.6 ഇവിടെ ഉണ്ട്. ഇനി നമുക്കൊരു 6 കൂടി വേണം. ആ 6 ഇവിടെ ഉണ്ട് 1.66. അപ്പൊ അതിന്റെ രണ്ടിനും കൂടി ഇന്റർസെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഇന്റർസെക്ഷൻ. അപ്പൊ ഏരിയ വാല്യൂ വന്നിട്ട് 0.4515. ഇതാണ് ഏരിയ വാല്യൂ വരിക. ഓക്കെ അപ്പൊ ഏരിയ വാല്യൂ നമുക്ക് കിട്ടി 0.4515. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഏരിയയിലെ മാത്രം വാല്യൂ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 0.4515ൽ നിന്നും 0.1293 കുറച്ചാൽ നമുക്ക് ഈ ഒരു ഭാഗത്തെ ഈ ഒരു ഏരിയയിലെ വാല്യൂ കിട്ടും. അത് വന്നിട്ട് 0.322 ഇങ്ങനെ കിട്ടും. 322 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് ഇവിടുത്തെ ഏരിയ വാല്യൂ. അതായത് 156ന്റെയും 160യുടെയും ഇടയിലുള്ള ഏരിയ വാല്യൂ. ഓക്കെ ഇനി അവിടെ എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരും എന്നുള്ളത് അത് നമുക്ക് 600 into 0.322 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടും. ദാറ്റ് ഈസ് 193.32 സ്റ്റുഡൻസ്. അതിന് നമ്മൾ റൗണ്ട് ചെയ്ത് എഴുതുമ്പോൾ 193 സ്റ്റുഡൻസ് കിട്ടും. ഓക്കെ അപ്പൊ ഇതിങ്ങനെ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ആദ്യം വേണ്ട പ്യുവർ ലോജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കർവ് വരയ്ക്കുക. ആ കർവിൽ മീൻ വരയ്ക്കുക. മീനിന്റെ താഴെയാണോ മുകളിലാണോ ആ ഒരു പർട്ടിക്കുലർ എക്സ് എന്ന് പറയുന്ന പോയിന്റ് വരുന്നത് എന്ന് നോക്കുക. എന്നിട്ട് അത് നിങ്ങൾ അതിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് ലോജിക്കലി ഏരിയ വാല്യൂ സെറ്റ് സ്കോറും അതുപോലെ തന്നെ ഏരിയ വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിനേക്കാളൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അത് മെസ്സേജ് ആയിട്ട് ഇടുക, കമന്റ് ആയിട്ട് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് അടുത്ത സെഷനുകളിൽ തരുന്നതായിരിക്കും. ഓക്കെ താങ്ക് യു.